ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ ഞാൻ ഈയിടയ്ക്ക് കണ്ട ഒരു സംഭവമാണ്. എൻ്റെ ഒരു ആൻറ്റി രാവിലെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്: ദൈവമേ, എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ, എനിക്ക് നല്ല ക്യാഷ് ലഭിക്കണേ. ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ, എനിക്ക് അപകടങ്ങളൊന്നും സംഭവിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് അസുഖം വരരുതെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ, എൻ്റെ ജീവിതത്തിലുടനീളം ലഭിച്ച ആരോഗ്യത്തിനും സമ്പത്തിനും നന്ദി എന്ന് പറയുക. ഇതാണ് നമ്മളുടെ പ്രാർത്ഥന. അതായത് നമ്മുടെ പ്രാർത്ഥന ഈ വിധം ചേഞ്ച് ചെയ്യുക. എന്നാലേ നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അസുഖം വരരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അസുഖം എന്ന് പറയുന്നത് നെഗറ്റീവ് വേർഡാണ്. നമ്മുടെ ജീവിതത്തിൽ അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എനിക്ക് കഷ്ടകാലം വരരുതേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കഷ്ടകാലം വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തും എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്, നിന്റെ കൃപയാൽ, ദൈവത്തിൻ്റെ കൃപയാൽ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ കൃപയാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി എന്ന് മാത്രം പറയുക. ഓക്കെ, എല്ലാവരും ഉള്ള പ്രാർത്ഥന ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.